നമുക്ക് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ അടച്ചു വയ്ക്കണം. അതിനുശേഷം ഒരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ടതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ ചിക്കന് അതിലേക്ക് ആഡ് ചെയ്യണം. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ഏകദേശം ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, ഇത് രണ്ടും കൂടെ അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞ് അതിലേക്കിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിലല്ലല്ലോ സ്റ്റൂ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ ഒരു വേവൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം ഒന്ന് നോക്കുമ്പോൾ ഒന്ന് പൊടിച്ച് നോക്കാമെങ്കിൽ അത് വെന്തിട്ടുണ്ടെങ്കിൽ സംഭവം വെന്തു. ചിക്കൻ എളുപ്പമൊന്ന് വേവുമല്ലോ. അപ്പം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് അടുത്ത ഐറ്റങ്ങളാണ്. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഈ സമയത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം. എൻ്റെ ബട്ടർ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഓയിൽ തന്നെ ഒഴിച്ചത്. അതിലേക്ക് ബേ ലീഫ്, ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഒരു 2-3 പച്ചമുളക് ചേർക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി ഇച്ചിരി വലിയ കഷ്ണമായിട്ട് അരിഞ്ഞ് എടുക്കണം. നമുക്ക് അതിനകത്തിട്ട് വേവിക്കണമെന്നില്ല. നമുക്കിത് ചിക്കനിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് വേവിക്കും. അപ്പോൾ ഇത് തക്കാളി വെന്തോളൂ. അതുകൊണ്ട് നമുക്ക് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർക്കണം. തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തൈര് ഇങ്ങനെ പിരിപിരാന്നിങ്ങനെ ആയിപ്പോവും. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഉപ്പ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതിനിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പം ഉണ്ടാക്കണം. അപ്പത്തിൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ചിക്കൻ സ്റ്റൂ ആണ്. ഇതിനകത്ത് വേറെ സംഭവങ്ങളൊക്കെ ഇടാം. നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇടാം. ഇനി ബീൻസ് ഇടണമെങ്കിൽ ബീൻസ് ഇടാം. ഞാനിതൊന്നും ഇട്ടിട്ടില്ല. അപ്പം അറ്റമൊക്കെ മുരിഞ്ഞ് നല്ല രീതിയിലൊരു അപ്പം എടുത്തിട്ടുണ്ട്. ഇത് അറ്റ ഈ മുരിഞ്ഞ് കിട്ടുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം കറുമുറാന്നിരിക്കും കടിക്കുമ്പോൾ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പവും ചിക്കൻ സ്റ്റൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ.